ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻ ഒക്കെ എപ്പോഴും എല്ലാവരും ഞെട്ടിക്കുന്നതാണ്. പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞങ്ങളാണിത് ചെയ്തതെന്ന് അവർ ഏറ്റെടുക്കാറുമില്ല ഉത്തരവാദിത്വം. ഇപ്പോൾ ഇസ്മയിൽ ഹനിയ, യാഹ്യ സിൻവർ എന്നിവരാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഉത്തരവാദികളെന്നും അവരെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇസ്രയേൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇസ്മയിൽ ഹനിയ സ്ഥിരമായി താമസിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു, എന്നിട്ടും തിരിച്ച് ആ മുറിയിലേക്ക് വന്നതുകൊണ്ടാണ് സ്ഫോടനം നടന്ന അയാൾ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. വലിയ ഓപ്പറേഷൻ അല്ലേ അത് ഈ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വളരെ വലിയ ഓപ്പറേഷനാണ്. ഈ ഇസ്രായേൽ ഈ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരല്ല. അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിത് ചെയ്തേ എന്ന് പറഞ്ഞുള്ള പരസ്യപ്രചാരണമൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ ഒരു സ്കീമുണ്ട്, അത് റൂത്ത്ലെസ്സായിട്ട് അവർ നടപ്പിലാക്കും. ഇപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് പറ്റിയ ഒരു നരേറ്റീവിന് വേണ്ടി ഇസ്രായേൽ കാത്തിരിക്കുകയായിരുന്നു. ഹമാസിനെ തീർക്കണം എന്നുള്ള തീരുമാനം ഒരു 12 വർഷം മുമ്പെങ്കിലും ഇസ്രായേൽ എടുത്തതാണ്. പക്ഷേ അത് ചെയ്യുമ്പോൾ വ്യാപകമായിട്ട് ഗാസയിൽ ആക്രമണം നടത്തണമെങ്കിൽ അതിനൊരു ന്യായം വേണ്ടേ. ആ ന്യായമാണ് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിന് കൊടുത്തത്. ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റിലാണെന്ന് തോന്നുന്നു ഒരാൾ ലേഖനം എഴുതിയിട്ടുണ്ട്. കൃത്യമായ അനാലിസിസാണ്, നമുക്കതിനോട് വേണമെങ്കിൽ വിയോജിക്കാം. അയാൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒക്ടോബർ 7 രാത്രിയിൽ തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കാഞ്ഞത്? നിങ്ങളുടെ അയൺ ഡോം ഫെയിലായി, ശരി ഫെയിലായി, എന്നാലും നിങ്ങളുടെ നെഞ്ചത്ത് ബോംബ് വീഴുമ്പോൾ, നിങ്ങളുടെ നാട്ടിൽ ആൾ കയറിയിട്ട് തോക്ക് വെച്ചുകൊണ്ട് വെടിവെച്ച് ആൾക്കാരെ കൊല്ലുമ്പോൾ, നിങ്ങളുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാഞ്ഞത് എന്താ? നിങ്ങൾ പ്രതികരിക്കാൻ കുറഞ്ഞതൊരു 12 മണിക്കൂറെങ്കിലും വൈകി. ഒരു യുദ്ധത്തിൽ 12 മണിക്കൂർ വൈകുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. അപ്പോൾ അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വെച്ചിട്ട് ഇസ്രായേൽ അതങ്ങ് ചെയ്തോട്ടെ, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിവനെ അച്ചാലും മുച്ചാലും അടിച്ചാൽ ലോകത്ത് ആരും ചോദിക്കാനുണ്ടാവില്ല. ചോദിച്ചവരോടൊക്കെ ഇസ്രായേൽ തിരിഞ്ഞ് ചോദിക്കും, ഒക്ടോബർ 7-ാം തീയതി എവിടെയായിരുന്നു നിങ്ങൾ രാത്രി? ഞങ്ങളുടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു തന്നോ? അതെന്തുകൊണ്ടാണ് പറയാത്തത് എന്നും തിരിച്ചു ചോദിക്കും. ഇതാണ് നരേറ്റീവ് ബിൽഡിംഗ്. ആ നരേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആൾക്കാരെ ബലി കൊടുക്കേണ്ടി വരും. ബലി കൊടുത്താൽ മാത്രമേ നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് തിരിച്ചടിക്കുമ്പോൾ അതിനൊരു ന്യായം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇസ്രായേൽ കളിച്ച കളി എന്ന് ആ മനുഷ്യൻ ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു. അതിന് വിയോജിക്കാൻ പല സംഗതികളും ഉണ്ടാവാം, പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അതിനകത്ത് ഒരു മെരിറ്റ് ഉണ്ട് ആ ആർഗ്യുമെൻറ്റിൽ. കാരണം ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് ഒക്ടോബർ 8-ാം തീയതിയാണ്. 8-ാം തീയതി രാവിലെ മുതലാണ് തിരിച്ചടി തുടങ്ങുന്നത്. എന്തുകൊണ്ട് 7-ാം തീയതി രാവിലെ തന്നെ? ഞാൻ സിനുജിയെ ഒറ്റ അടി വെച്ചതെന്ന് കഴിഞ്ഞാൽ റിഫ്ലെക്സ് ആക്ഷൻ എന്താ സിനുജിയുടെ? പെട്ടെന്നൊന്നും ഞെട്ടിപ്പോകും, പക്ഷെ തിരിഞ്ഞ് ഒറ്റ അടി അടിക്കും. അല്ലാതെ നാളെ രാവിലെ അടിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. ഇത് സിനുജി ചെയ്തത് എന്താ? ഞാൻ ഒന്നടിച്ചു, രണ്ടാമത്തെ അടി അടിച്ചു, പിന്നെ വയറ്റത്തിടിച്ചു. സിനുജി അതെല്ലാം കൊണ്ട് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എന്നെയും എൻ്റെ ബന്ധുക്കളെയും ചേർത്ത് അടിച്ച് അവശനാക്കി എൻ്റെ വീടിനും തീയിട്ട് ഒക്കെ ചെയ്യുന്നു. അപ്പോഴും സിനുജിയുടെ ഭാഗത്ത് ആൾ നിൽക്കുന്നു. കാരണം ഈ മനുഷ്യനെ അയാളെ തല്ലിയത് ഞാൻ കണ്ടതാണ് ഇന്നലെ. എന്തൊരു അടിയായിരുന്നു, അന്യായ അടിയായിപ്പോയി. അതെല്ലാം അയാൾ തിരിച്ചടിക്കുന്നത് എന്നൊരു ന്യായം. ഈ ന്യായമാണ് നരേറ്റീവ്. ഈ നരേറ്റീവിലേക്ക് ഹമാസ് ചെന്ന് വീഴുകയായിരുന്നു എന്നാണ് ഈ മനുഷ്യൻ്റെ ആർഗ്യുമെൻറ്റ്. ഇസ്രായേൽ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്ന് ധരിച്ചിട്ട് ഹമാസ് തല്ലി. ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നുകൊണ്ട് ഇസ്രായേൽ ഉണർന്നതായിട്ട് ഭാവിച്ചേ ഇല്ല. ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങ് ഉണർന്നു, എന്നിട്ട് ഇത് ചെയ്തു. ഇന്നിപ്പോൾ 50,000-ആയി ഗാസയിലെ മരണസംഖ്യ. ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പോഴും ലോകരാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം ഉണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഭാരതം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഭംഗ്യന്തരേണ പ്ലെയിനായിട്ട് അതിൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കുന്നില്ല. ബട്ട് ഭാരതം ആരുടെ ഭാഗത്താണ്, ഭാരതത്തിൻ്റെ ആക്ഷൻ ആരുടെ ഭാഗത്തേക്കാണെന്ന് ചോദിച്ചാൽ പ്രോ ഇസ്രായേലാണ്. ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി വിടുന്നു, സത്യമല്ലേ? അതെ. പടക്കോപ്പ് കയറ്റി വിടുന്നു, സത്യമാണ്.
പാലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ട്. പ്രമേയം മാത്രം. പ്രവൃത്തി ആരുടെ കൂടെയാണ്? ഇസ്രായേലിൻ്റെ കൂടെ. അമേരിക്ക അത് തന്നെ ചെയ്യുന്നു. അമേരിക്കയും പറയുമ്പോൾ 110 പ്രമേയങ്ങൾ അമേരിക്കയുടെ കൂടെ സപ്പോർട്ടോടുകൂടി സെക്യൂരിറ്റി കൗൺസിൽ വരെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ജോർജ് ബൈഡൻ കൊടുത്തുകൊണ്ടിരുന്നു, ഇനി ട്രംപ് അതിലും കൂടുതൽ കൊടുക്കും. ഇസ്രായേൽ ഇപ്പോൾ വലുതായി. വാസ്തവത്തിൽ ഗാസ സമ്പൂർണ്ണമായിട്ട് അവർ നശിപ്പിച്ചു. ഈ യഹ്യ സിൻവർ ഇവരൊക്കെ ഹിസ്ബുള്ളയെ നട്ടെല്ലൊടിച്ച് നാനാവിധമാക്കി. ഇപ്പോൾ ഹൂത്തികളെയും ആക്രമിച്ച് ഒരു പരുവമാക്കി. ഗോലാൻ ഹൈറ്റ്സും കടന്ന് അപ്പുറത്തേക്ക് പോയി സിറിയയിലേക്ക് പോയി കുറേ സ്ഥലം കീഴടക്കി. ലെബനനിൽ നിന്ന് നല്ലൊരു ശതമാനം, ലെബനിലെ ഒരു വില്ലേജിൽ ഇസ്രായേലിൻ്റെ കൊടി പൊക്കിയിട്ട് ഉദ്ഘാടനം ചെയ്തു ലെബനെ കീഴടക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ അതിർത്തികളും വികസിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇസ്രായേലിനെ? അപ്പം ഞാൻ ഒരു സംശയം, ഈ ഇസ്മയിൽ ഹനിയ എവിടെ പോകുന്നു മൊസാദ് നിരീക്ഷിക്കുമല്ലോ. സ്വാഭാവികമായും പോകാൻ സാധ്യതയുള്ള സ്ഥലം റഷ്യയാണ്, പിന്നൊന്ന് തുർക്കിയാണ്, പിന്നൊന്ന് ഈ പറയുന്ന ഇറാനാണ്. അപ്പോൾ തുർക്കിയിൽ പോയൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും റഷ്യയിൽ പോയൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും ഇസ്രായേലിന് മുൻ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാത്തിരുന്ന് ഇറാനിൽ വെച്ച് തന്നെ കൊല്ലാമെന്ന് പറയുന്നു. ഇറാനിൽ ഇസ്മയിൽ ഹനിയ കൃത്യമായി താമസിക്കുന്ന മുറി ഏതാണെന്ന് അറിയാം. ആ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനകത്ത് AC പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്മയിൽ ഹനിയ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതുവരെ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്ത ആൾക്കാർ വരെ വിമാനത്തിൽ കയറി ആ രാജ്യം വിട്ടുപോവുകയാണ് ഇവരെ സഹായിച്ചവർ. ഇൻ കേസിൽ അവിടെ ഈ AC ശരിയാകാതിരിക്കുകയോ അല്ലെങ്കിൽ ലൈറ്റ് പോകുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ അതിൽ ആ സംഭവം നടക്കില്ലല്ലോ. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടില്ലായിരുന്നല്ലോ. കൊല്ലപ്പെടില്ല. എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൊസാദ് ഭാഗ്യം. ഞാൻ പറയുന്നത് ഈ ടെക്നോളജിക്കൽ വാറിൽ നിങ്ങൾക്ക് ചില സാധനങ്ങൾ വർക്ക് ചെയ്യാതായി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തില്ല, അത്രേ ഉള്ളൂ. അവരെ സമയത്തോളം ഇസ്മായിൽ ഹനിയ ഇത്തവണ രക്ഷപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ B എക്സിക്യൂട്ട് ചെയ്യുക. മേ ബി ഒരു 15 ദിവസം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് വെച്ചായിരിക്കും ഇയാളെ കൊല്ലുന്നത്. അവർക്കങ്ങനെ നിരാശയൊന്നുമില്ല. കാരണം അവർ ഇപ്പോഴല്ല, വർഷം 10ആയി അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത്. 10 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതിനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. 300 എഞ്ചിനീയർമാർ അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചു. അവരുടെ കമാൻഡ് സർക്യൂട്ട് തന്നെ അവർ മാറ്റി. ഏറ്റവും ചെറിയ ആളിന് വരെ അവരുടെ ആർമി ജനറലിന് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു ലൈൻ ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്തു അവർ. അപ്പോൾ അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗാസയിൽ അവർ ബോംബ് ചെയ്യുന്നു. ഏത് സ്ഥലത്ത് ബോംബ് ചെയ്യണം? ഇതിൻ്റെ ഒരു ദുരിതമുണ്ട്. ഈ ഇൻ്റർനാഷണൽ വാർ ലോ എന്ന് പറഞ്ഞിട്ട് യുദ്ധങ്ങൾക്കൊരു നിയമമുണ്ട്. യുദ്ധത്തിൽ എത്ര സിവിലിയന്മാരെ വരെ കൊല്ലാം, അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഓരോ രാജ്യങ്ങളും സ്വന്തം ലിമിറ്റും വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒരു തീവ്രവാദിക്ക്, ഒരു ഹമാസ് തീവ്രവാദിക്ക് ഒരു സിവിലിയൻ എന്നായിരുന്നു അവരുടെ ഇൻറ്റേർണലി അവരുടെ ഡിസിപ്ലിൻ. അതായിരുന്നു അവരുടെ പട്ടാളക്കാർക്ക് IDF-ന് കൊടുത്ത നിർദ്ദേശം. ഒരു തീവ്രവാദിക്ക് ഒരു സിവിലിയനെ വരെ കൊല്ലാം. സിവിലിയൻ പോലും മരിക്കാതെ തീവ്രവാദി മാത്രം മരിക്കുക എന്നുള്ളതാണ് 100% വിജയകരമായ ഓപ്പറേഷൻ. അതാണ് അവർ പേജർ സ്ഫോടനത്തിലും വാക്കി ടോക്കി സ്ഫോടനത്തിലും ചെയ്ത്. എന്നിട്ട് പോലും ഒരു 3500 പേർക്ക് പരിക്ക് പറ്റി. അവർ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. പേജർ സ്ഫോടനത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇയാളുടെ ഈ പോക്കറ്റിലെ പ്രദേശം, ഹൃദയത്തിൻ്റെ ഭാഗം പൊട്ടിത്തെറിക്കുന്നു, അടർന്ന് തെറിക്കുന്നു. കൃത്യമായിട്ട് മറ്റേ ആൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കൊതുക് കടിച്ചു എന്നുള്ള ഭാവത്തിൽ ഇയാൾ നോക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ, അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇത്ര പ്രിസിഷനോടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരിപ്പോൾ അതിൽ നിന്ന് IDF-ൽ നിന്ന് റിട്ടയർ ചെയ്ത 2 ഓഫീസേഴ്സ് മുഖം മറച്ച് ഇൻ്റർവ്യൂ കൊടുത്തു. അവരാരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഗബ്രിയേൽ, പിന്നെ വേറൊരു പേര്, ഒരു വ്യാജ പേരാണ് 2 പേർക്കും. അത് കൊടുത്തിട്ട് അവർ പറഞ്ഞു ഈ പേജർ സ്ഫോടനം നടത്തിയത് എങ്ങനെ, വാക്കി ടോക്കി സ്ഫോടനം നടത്തിയത് എങ്ങനെ. ഫൈനൽ ചോദ്യം ഇതായിരുന്നു, നിങ്ങളിതിപ്പോൾ തുറന്ന് പറയുന്നത് എന്താ ഈ രഹസ്യം, ഇതോടെ കഴിഞ്ഞില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഇനി ലോകത്ത് ഒരു പേജർ സ്ഫോടനം സാധ്യമല്ല, കാരണം ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു. എവരിബഡി വിൽ ബി കെയർഫുൾ എന്നാകും. ഇനി വാക്കി ടോക്കി സ്ഫോടനവും സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ രഹസ്യം പുറത്തു പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, ഞങ്ങളുടെ രാജ്യത്തിനെതിരൊന്നും അല്ലാതെ. അത് കഴിഞ്ഞു. ഇനി രാജ്യത്ത് ഒരു രാജ്യത്തും പേജറോ വാക്കി ടോക്കിയോ പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല.
അത്രയ്ക്ക് മണ്ടന്മാരായിട്ട് ഒരു രാജ്യവും ഇല്ല. അപ്പോൾ അങ്ങനെ മിനിമം കൊലാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവിനെ ആക്രമിക്കുന്നു, പക്ഷേ അവിടെ നിഷ്കളങ്കരായ മറ്റ് ജനങ്ങളുണ്ട്. അവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, അവർ ആ രാജ്യത്തെ പൗരന്മാരായി ഇപ്പോൾ അവിടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ഇത്രേ ഉള്ളൂ. അവരെ കൊല്ലരുതെന്നാണ് പ്രമാണം. പക്ഷേ അവർ ചത്തു കഴിയുമ്പോൾ അതിന് വിളിക്കുന്ന ഓമന പേരാണ് കൊലാറ്ററൽ ഡാമേജ്. ഇത് ജോർജ് ബുഷ് ഒന്നാമൻ കോയിൻ ചെയ്ത വാക്കാണ്. പിന്നീട് അതിൻ്റെ പേരിൽ സിനിമയൊക്കെ വന്നു, കൊലാറ്ററൽ ഡാമേജ് എന്ന് പറയുന്ന സിനിമയൊക്കെ വന്നു, ഇംഗ്ലീഷ് സിനിമ. അപ്പോൾ അങ്ങനെ കൊലാറ്ററൽ ഡാമേജ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുടെ ഒരു ഭാഗമാണ്. ഒരു ബിൽഡിംഗ് അവർ ബോംബ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര പേരുണ്ടെന്ന് നോക്കും. ആ എത്ര പേരുണ്ടെന്ന് നോക്കുന്നത് എങ്ങനെ? പോയി ചുണ്ണാമ്പ് തൊട്ട് എണ്ണി നോക്കാൻ പറ്റുമോ? പറ്റില്ല. എത്ര പേരുടെ മൊബൈൽ ഒരു പ്രത്യേക ടവറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് നോക്കും. ഇതിൽ വരും മിസ്റ്റേക്ക്. മൊബൈൽ ഇല്ലാത്ത ആൾക്കാർ, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത ആൾക്കാർ, കൊച്ചുകുട്ടികൾ, 6 മാസം പ്രായമുള്ള കുട്ടി, അതിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല, പക്ഷേ കൊലാറ്ററൽ ഡാമേജിൽ ആ കുട്ടി മരിച്ചു പോകില്ലേ? ഇങ്ങനെ ഇനാക്യുറസീസ് ഉണ്ടാകും. ആ ഇനാക്യുറസീസ് എങ്ങനെ കുറയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുമ്പിലുള്ള ചോദ്യം. ദിസ് ഈസ് ദ വേ ദേ ആർ ഫൈറ്റിംഗ്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു ഉണ്ടയുമായിട്ട് ആൾ വന്നിട്ട് അത് തോക്കിൽ വെച്ച് സ്പ്രിങ് ഇങ്ങനെ വരച്ച് ഓടി ചെയ്ത് പിന്നെ കള്ള ഓടല്ലേ ഒരു ഉണ്ടേ ഉള്ളൂ നിൽക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞുള്ള യുദ്ധമൊന്നും അല്ല. അത്തരം പരിഹാസ്യമായ ചിന്തകളൊക്കെ കളയും. അല്ല, ഇവിടെ ഇപ്പോൾ ഇസ്രയേൽ ക്യാറ്റ്സ് തുറന്നു പറയുന്നത് ഞങ്ങളാണ് ഈ പറയുന്ന ഹനിയെ കൊന്നത്, ഇങ്ങനെയാണ് ചെയ്തത്, ഞങ്ങളെ സഹായിച്ചവരെ രാജ്യം വിടാൻ ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകാനൊക്കെ സഹായിച്ചു. എന്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ക്യാറ്റ്സ് തുറന്നു പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രയോജനം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഇപ്പോൾ എന്തിനിത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കേ അറിയാവുള്ളൂ, ലോകരാജ്യങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഇവരിത് തുറന്ന് പറഞ്ഞു. ഇപ്പോൾ 3 ദിവസം മുമ്പാണ് ഈ മുഖം മൂടിയുള്ള ഇൻ്റർവ്യൂ IDF-ൻ്റെ 2 പട്ടാളക്കാർ കൊടുക്കുന്നത്. എന്തിനു കൊടുത്തു? കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ലോകം മുഴുവൻ അഭ്യൂഹം മാത്രമായിരുന്നു ബാറ്ററി വെച്ചാണ് ഇത് പൊട്ടിച്ചതെന്ന്. ആർക്കും അറിയില്ല എന്ത് സാധനമാണ് പൊട്ടിയതെന്ന്. പേജർ പൊട്ടിയെന്നറിയാം, പക്ഷേ പേജറിനുള്ളിലെ ബാറ്ററിയാണോ അത് വേറെ വല്ല കമ്പോണൻറ്റോ ആണോ എന്താണെന്ന് ആർക്കും അറിയില്ല. ബാറ്ററി ആയിരിക്കും എന്നൊരു ഊഹം മാത്രമായിരുന്നു. ബാറ്ററി ആണ് എന്ന് കൺഫേം ചെയ്തത് ഇവരാണ്. ബാറ്ററി ആണെന്നും ആ ബാറ്ററി ഇസ്രായേലിലാണ് ഉണ്ടാക്കിയതെന്നും മറ്റൊരു കമ്പനിയുടെ പേരിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി അവരിൽ നിന്ന് ഓർഡർ പിടിച്ച് ഹിസ്ബുള്ളയ്ക്ക് ഓഫർ ചെയ്തു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ട് പ്രൈസ് അല്പം കുറച്ചു. അതേസമയം തീരെ കുറച്ചാൽ ഹിസ്ബുള്ളയ്ക്ക് സംശയവും തോന്നും, ഇതെന്തോ ഇത്ര 10 രൂപയുള്ളൂ ഒരു പേജറിന്, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ആ അപ്രോപ്രിയേറ്റ് രീതിയിൽ പ്രൈസിങ് നടത്തി ഹിസ്ബുള്ളയുടെ ഓർഡർ വാങ്ങിച്ചിട്ട് ഹിസ്ബുള്ളയ്ക്ക് സാധനം എത്തിച്ചു. അപ്പോൾ ഇപ്പോൾ മൊസാദ് ഒരുപാട് കാലമെടുത്തു അവരിത് ചെയ്യാനായിട്ട്. അപ്പോൾ മൊസാദ് മറ്റെന്തോ ഒരു ലക്ഷ്യം ഉടൻ ഉണ്ടാക്കുന്നു അല്ലെ വെക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇത്ര എന്തും മനസ്സിലാക്കാം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇപ്പോൾ അപ്പർ ഹാൻഡിൽ നിൽക്കുകയാണ് അവർ. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും കഥ കഴിഞ്ഞു, ഹൂത്തിയുടെ കഴിയാൻ പോകുന്നു. ഇറാൻ്റെ ശക്തി ഏകദേശം ഇല്ലാതായിരിക്കുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഖമനേയി മരിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, കാരണം അദ്ദേഹത്തെ ഒന്നും ടി വിയിലോ അങ്ങനെ ഒന്നും കാണാനില്ല. പിന്നെ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലുണ്ടാവാൻ പോകുന്ന കലാപം ഭയന്നിട്ട് ആ ന്യൂസ് പുറത്തുവിടാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും there are so many surprises waiting for us. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.